ഉച്ചയോടടുത്ത സമയം വൃദ്ധൻ ഉമ്മറത്തെ ചാരുകസേരയിൽ കിടന്ന് വിശ്രമിക്കുവാൻ ആരംഭിച്ചു. ഉച്ചയൂണ് കഴിക്കുവാൻ വിശപ്പധികമായിട്ടില്ല. രാവിലത്തെ ജോലികൾ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു മുൻപ് മുറ്റത്തും മതിലിലും അധികപ്രസംഗമായി തലനീട്ടിയ പുൽനാമ്പുകളെയും പായലിനെയും പിഴുതെറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താനും അവറ്റകളെപ്പോലെ തന്നെ അല്ലേ എന്ന് അയാൾക്ക് തോന്നാതിരുന്നില്ല. ദാനം കിട്ടിയ ജന്മത്തിൽ കഴുമരത്തിൻ്റെ ദയക്കായി കാത്തിരിക്കുന്ന ഒരാത്മാവ്. ഭാര്യയുടെ മരണവും നഗരത്തിൻ്റെ ഇടുങ്ങിയ ചുവരുകളിലേക്കുള്ള പറിച്ചുനടിയിലും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ശകാരവർഷം ചൊരിയുന്ന മരുമകളുടെ സ്വഭാവവും ശരീരത്തിൻ്റെ വല്ലായ്മകളെക്കാൾ ഉപരിയായി വൃദ്ധൻ്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നു. ടെലിവിഷൻ കാണുകയോ പാട്ട് കേൾക്കുകയോ അയാൾ ചെയ്യാറില്ല. താൽപ്പര്യം തോന്നിയിട്ടില്ല. ദിവസവും രാവിലെ പത്രം വായിക്കും. കൊച്ചുമക്കളൊക്കെ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്നതിനാൽ അവരും ചിന്തകളിൽ മാത്രമേ മിക്കവാറും വരാറുള്ളൂ. ഓണത്തിനും ക്രിസ്മസിനും അവധിക്ക് വീട്ടിൽ വരുന്ന നിഷ്കളങ്കരായ ആ കുരുന്നുകളെ കാണുന്നത് മാത്രമാണ് കിഴവൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അവർ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാക്കാനാവാതെ സങ്കടം വന്നിരിക്കുമ്പോഴും പുറമെ അയാൾ ചിരിക്കും. ഓണത്തിനും ക്രിസ്മസിനും കൊച്ചുമക്കളെ കാണുമ്പോൾ മാത്രം വിരിയുന്ന ചിരിയുടെ ഒരു മൊട്ട്. അവരില്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ. ചിലപ്പോൾ അയാൾ ചാരുകസേരയിൽ കിടന്ന് ചിലമ്പുന്ന കാക്കകളെയും കിളികളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇടയ്ക്കിടെ മതിലിലും മുറ്റത്തും പ്രത്യക്ഷപ്പെടുന്ന അപ്പുറത്തെ വീട്ടിലെ ചക്കിപ്പൂച്ചയെ നോക്കിക്കൊണ്ടിരിക്കും. അതുമല്ലെങ്കിൽ അതിലെയും ഇതിലെയും പറന്നു കളിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി സമയം കളയും. ആരെയോ ശാസിക്കുന്ന മരുമകളുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് വൃദ്ധൻ തൻ്റെ ചെറുമയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. ഭാഗ്യം തന്നോടല്ല, വേലക്കാരിയോടാണ്. പാതി തുറന്നിട്ട ഗേറ്റിൽ ചാരി ആരോ നിൽക്കുന്നതുപോലെ തോന്നി. സന്തത സഹചാരിയായ ആ പഴയ വലിയ കണ്ണടയെടുത്ത് മൂക്കിന് മുകളിൽ വെച്ച് കിഴവൻ സൂക്ഷിച്ചു നോക്കി. ഭ്രാന്തൻ, ഒരു ഭ്രാന്തൻ. മുഷിഞ്ഞ പാൻറ്റും ഷർട്ടും വേഷം, നീണ്ടു വളർന്ന് ജട പിടിച്ച തലമുടി, ഒരു കൈയിലൊരു വൃത്തികെട്ട സഞ്ചി കാണാം. മറ്റേ കൈ പിറകിൽ കെട്ടി തലകുനിച്ച് അനങ്ങാതെ ഭ്രാന്തൻ തന്നെ നിൽപ്പ് തുടർന്നു. വൃദ്ധൻ്റെ കണ്ണുകൾ അയാളിൽ തന്നെ തറച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദയ തോന്നിയ കിളവൻ ഭ്രാന്തൻ്റെ അടുത്തേക്ക് നീങ്ങി. വല്ലതും കഴിച്ചോ? മറുപടി പറയുകയോ തല ഉയർത്തി ഒന്ന് നോക്കുകയോ ഉണ്ടായില്ല. വിശക്കുന്നെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. ഭ്രാന്തൻ എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അതൊരു സമ്മതം മൂളലാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഉമ്മറത്തെ കതകടച്ച് കുറ്റിയിട്ട് വൃദ്ധൻ അടുക്കളയിലേക്ക് നടന്നു. മോളെ, തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാൾ പുറത്തു വന്ന് നിൽക്കുന്നു. പാവം ഒന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ആഹാരം വല്ലതും ഉണ്ടെങ്കിൽ പഴനോ മറ്റോ ആയാലും മതി. മരുമകൾ തല ഉയർത്തി നോക്കി. ഇവിടൊന്നുമില്ല, അപ്പനൊന്ന് പോയേ, വേറെ പണി നോക്ക്. കണ്ട തെണ്ടികളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിക്കോളും. ഭാഗ്യം, ഭ്രാന്തന്മാർക്കിതൊന്നും കേട്ടാൽ മനസ്സിലാവില്ലല്ലോ. പിച്ചക്കാരാണേൽ പോലും അന്തസ്സുള്ളവർ ഇവൾ കൊടുക്കുന്നത് കഴിക്കുമോ? മോളെ, ഞാനൊന്നും കഴിക്കുന്നില്ല. പകരം എനിക്കുള്ളത് ആ പാവത്തിന് കൊടുത്തുകൂടെ? മരുമകളുടെ രൂക്ഷമായ നോട്ടം താങ്ങാനാവാതെ കിഴവൻ തലകുനിച്ചു. വേലക്കാരിയോടായി മരുമകൾ പറഞ്ഞു, എടുത്തു വല്ലതും കൊടുക്ക്. അതെങ്ങനാ ഓരോ കോളും ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുമല്ലേ? വല്ല പ്ലാസ്റ്റിക് കൂടിൻ്റെ പുറത്തു വിട്ട് കൊടുത്താൽ മതി. പാത്രം വൃത്തികേടാക്കല്ലേ. ഒരു പ്ലാസ്റ്റിക് കവർ നിവർത്തിയിട്ട് അതിൽ കുറെ ചോറും ഒരു തോരനും എടുത്ത് വേലക്കാരി അയാളുടെ കയ്യിൽ കൊടുത്തു. മറ്റൊരു ചെറിയ കവറിൽ അല്പം പച്ചമോരും. എന്തോ കാര്യം സാധിച്ച ഭാവത്തോടെ കിഴവൻ അതുമായി ഉമ്മറത്തെത്തി. കാർ പാർക്കിംഗ് ഏരിയയിലെ തറയിൽ കഴിക്കാൻ തയ്യാറായി ഭ്രാന്തൻ നേരത്തെ തന്നെ ചമ്രം പടഞ്ഞിരുന്ന് കഴിഞ്ഞിരുന്നു. അയാളുടെ മുഖം അപ്പോഴും കുനിഞ്ഞു തന്നെ. പെട്ടെന്നാണ് അക്കാര്യം വൃദ്ധൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാളുടെ മുന്നിൽ ആഹാരം കഴിക്കുവാനുള്ള 2 പാത്രങ്ങൾ. അതിമനോഹരമായ കലാവിരുതോടെ ഇലയിൽ തീർത്ത രൂപഭംഗിയുള്ള 2 പാത്രങ്ങൾ. ആഞ്ഞിലി ഇലകളിൽ ഈർക്കിലി കുത്തി നെയ്തെടുത്തിരിക്കുന്ന ചോറെടുക്കുവാനുള്ള പാത്രം. അതുപോലെ വാഴയിലയിൽ തീർത്തിരിക്കുന്ന കോപ്പ പോലിരിക്കുന്ന ചാറുകറി എടുക്കുവാനുള്ള മറ്റൊരു പാത്രം. ഒരു ഞെട്ടലോടെ അത്ഭുതത്തോടെ വൃദ്ധൻ ആ പാത്രങ്ങളിലേക്ക് ആഹാരം പകർന്നു. ആവേശത്തോടെയുള്ള ഭ്രാന്തൻ്റെ ചോറൂണ് നോക്കി അയാളിരുന്നു. ആ പാത്രങ്ങളിൽ നിന്ന് അല്പം പോലും മോര് ഒഴുകിയൊലിച്ചു പോയിട്ടില്ലെന്നത് കിഴവൻ ആശ്ചര്യത്തോടെ നിരീക്ഷിച്ചു. നീ എങ്ങനെ ഭ്രാന്തനായി? അല്ലെങ്കിൽ നിന്നെ എങ്ങനെ ഭ്രാന്തനെന്ന് വിളിക്കാനാവും? എല്ലാ ഭ്രാന്തന്മാരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ സർഗാത്മകത തുളുമ്പി നിൽക്കുന്ന കലാകാരന്മാരാണെന്ന് അയാൾക്ക് തോന്നി. ഒരു പറ്റുപോലും അവശേഷിപ്പിക്കാതെ ഭ്രാന്തൻ ചോറുണ്ട് കഴിഞ്ഞിരുന്നു.
വൃദ്ധൻ ഒരു കപ്പിൽ ഇത്തിരി വെള്ളം കൊണ്ടുവന്ന് വാഴയില കോപ്പയിൽ ഒഴിച്ചു കൊടുത്തു. ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ കോപ്പയിലെ വെള്ളത്തിൽ മുക്കി കൈ കഴുകി ഭ്രാന്തൻ പുറത്തേക്ക് നടന്നു. അയാൾ ഉപേക്ഷിച്ചു പോയ എച്ചിൽ പാത്രം എടുത്തു കളഞ്ഞ് ഗേറ്റുമടച്ച് വൃദ്ധൻ തിരിച്ചു വന്നു. അകത്തുപോയി അല്പം തണുത്ത വെള്ളം എടുത്തു കുടിച്ചു. വീണ്ടും ഉമ്മറത്തെത്തി. ഒരു സംതൃപ്തിയോടെ നെടുവീർപ്പോടെ കിഴവൻ ചാരുകസേരയിലേക്ക് മടങ്ങി. ഇത്തരമൊരു സൃഷ്ടി ശബ്ദരൂപത്തിലാക്കാൻ നിങ്ങൾക്കും താൽപ്പര്യമില്ലേ? ഞങ്ങളുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 00971563827888 00971563552548.